ഹായ്, ഞാൻ ഷാമില. എൻ്റെ ഹെയർ എക്സാം ജൂലൈ 11-നായിരുന്നു. അൽഹംദുലില്ലാ ഞാൻ എക്സാം പാസ്സായിട്ടുണ്ട്. താങ്ക്സ് ടു ദ ഹോൾ മിഡ്വെഞ്ചർ ടീം, എസ്പെഷ്യലി ആൻഡ്രസർ ആൻഡ് ഹസ്ന മാം. എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആണ് മിഡ്വെഞ്ചറിലത്തെ. ഞാൻ കോഴ്സ് കഴിഞ്ഞ് ഒരു 15 വർഷത്തിന് ശേഷമാണ് എക്സാം എഴുതുന്നത്. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിൽ. പക്ഷേ എക്സാം എനിക്ക് നല്ല ഈസി ആയിരുന്നു. മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസും എനിക്ക് മെറ്റീരിയലിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് വന്നത്. പക്ഷേ ക്വസ്റ്റ്യൻ ചോദിച്ച രീതി കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. കേസ് സ്റ്റഡി പോലെയും വലിയ ഒരു പാരഗ്രാഫ് പോലെ ഫുൾ ഡീറ്റെയിൽസ് തന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ 1-2 ക്വസ്റ്റ്യൻ സെയിം കേസ് എന്ന് തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനത്തെ 2-3 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായി. പിന്നെ ഫാർമക്കോളജിയും നോൺ ഫാർമക്കോളജിയും ഏകദേശം ഒരുപോലെ തന്നെ കവർ ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ ടോപ്പിക്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പക്ഷെ എല്ലാം സിമ്പിൾ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. കേസ് സ്റ്റഡി പോലെയാണ് ചോദിക്കുന്നതെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. കാൽക്കുലേഷൻസ് ഉണ്ടായിരുന്നു. ഒരു 10ൻ്റെ താഴെയാണ് കാൽക്കുലേഷൻ ഉണ്ടായുള്ളൂ. എനിക്ക് ടൈം അത്യാവശ്യം നല്ലപോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു. 120 മിനിറ്റാണ് എക്സാം. 100 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അതിൽ എനിക്കൊരു 90 to 93 മിനിറ്റ് ആയപ്പോൾ തന്നെ എൻ്റെ എക്സാം എനിക്ക് തീർന്നുണ്ടായി. ബാക്കി ടൈം ഞാൻ ചെയ്ത് വെച്ച ക്വസ്റ്റ്യൻസ് റീചെക്ക് ചെയ്യാനും ഫ്ലാഗ് ചെയ്തതൊക്കെ നമുക്ക് കൺഫ്യൂഷൻ ഉള്ളത് ആൻസർ ചെയ്താലും നമുക്ക് വീണ്ടും ചെക്ക് ചെയ്യാൻ ഫ്ലാഗ് ചെയ്ത് വെക്കാം. അങ്ങനെ ഫ്ലാഗ് ചെയ്ത ക്വസ്റ്റ്യൻസ് നോക്കാനും അല്ലാതെ ചെയ്തതൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ അത്യാവശ്യം എനിക്ക് ടൈം കിട്ടി. ഞാൻ എക്സാമിന് പ്രിപ്പയർ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മോക്ക് ടെസ്റ്റ് നന്നായി ചെയ്തിട്ടുണ്ടായിരുന്നു. ക്രാഷ് കോഴ്സിൻ്റെ വീഡിയോസും ഇമ്പോർട്ടൻറ്റ് ഫയൽസും റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മോക്ക് ടെസ്റ്റ് എത്രത്തോളം റിപ്പീറ്റഡ് ആയി ചെയ്യുന്നു അത്രത്തോളം നമുക്ക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആൻസേഴ്സ് കിട്ടുന്നുണ്ട്, മനസ്സിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇനി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ആൾക്കാരും പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് എഴുതുക. അത്ര ടഫില്ല, നമ്മൾ നന്നായി പഠിച്ചാൽ മതി. അതുപോലെ കുറച്ച് ശ്രദ്ധിച്ച് ചെയ്താൽ പെട്ടെന്ന് ഒരു 1 മന്തിൽ കംപ്ലീറ്റ് ആക്കാവുന്ന സബ്ജക്റ്റുമായിട്ട് കണക്ഷൻ ഉള്ള ആൾക്കാർക്ക്. ഇല്ലെങ്കിൽ സബ്ജക്റ്റുമായി റിലേഷൻ എടുക്കാൻ കുറച്ച് ടൈം എടുക്കും. എന്നാലും നന്നായി തറവായിരുന്നു പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ക്രാക്ക് ചെയ്യാം. അത്ര ബുദ്ധിമുട്ടില്ല, നമുക്ക് ഈസിയാണ്. ഇപ്പോൾ ആദ്യ എക്സാം അതുപോലെ മുന്നേ എക്സാം കഴിഞ്ഞ ആൾക്കാരോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ അവരൊക്കെ നന്നായി സപ്പോർട്ട് ചെയ്യുകയും ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്തു. എല്ലാ എക്സാം എഴുതുന്ന ആൾക്കാർക്കും ഓൾ ദ ബെസ്റ്റ്.